ഹലോ ഗായ്സ്, ഇന്ന് നമ്മളുള്ളത് മറൈൻ വേൾഡിലാണ്. തൃശ്ശൂരുള്ള പഞ്ചവടി ബീച്ചിൻ്റെ തൊട്ടടുത്താണ് മറൈൻ വേൾഡ് ഉള്ളത്. ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് പബ്ലിക് അക്വേറിയമാണ് മറൈൻ വേൾഡ്. ആദ്യം തന്നെ പോയത് ബേർഡ്സ് പാർക്കിലാണ്. ഇതാണ് എമു പക്ഷി. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയാണ് എമു. ഒട്ടക പക്ഷികളുടെ കസിനാണെന്ന് തന്നെ പറയാം. എമുകൾക്ക് 1.9 മീറ്റർ വരെ ഉയരത്തിൽ വളരാൻ കഴിയും. അതുപോലെ തന്നെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാൻ എമുകൾക്ക് കഴിയും. ഇതാണ് സൺ കൊണിയൂർ പക്ഷി. തത്തയുടെ ഫാമിലിയിൽപ്പെടുന്ന ഒരു പക്ഷിയാണ് സൺ കൊണിയൂരെ. മഞ്ഞ, പച്ച, ഓറഞ്ച് നിറങ്ങളിലാണ് ഈ പക്ഷിയെ കാണപ്പെടുന്നത്. ഈ പക്ഷിക്ക് ഏറ്റവും ഇഷ്ടം പപ്പായയും സൂര്യകാന്തിയുടെ വിത്തുകളാണ്. ഇത് ബാൾ പൈത്തോൺ ആണ്. വളരെ ശാന്തരാണ് ഈ പാമ്പ്. പെറ്റായി വളർത്താൻ പറ്റുന്ന ഒരു പാമ്പാണ് ബാൾ പൈത്തോൺ. തണുത്ത രക്തമുള്ള റെപ്റ്റൈലാണ് ബാൾ പൈത്തോൺ. ചെറിയ ജന്തുക്കൾ, എലി തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഈ പാമ്പിൻ്റെ തോലുകൾ മൃദുലമാണ്. മനോഹരമായ പാറ്റേണുകളാണ് ഇതിനുള്ളത്. ഒരു രസകരമായ വസ്തുത എന്നാൽ പുരാതന ആഫ്രിക്കൻ രാജകീയർ അവർക്ക് കൈകളിൽ ജീവിക്കുന്ന ആഭരണങ്ങളായി ധരിച്ചിരുന്ന ഒരു പാമ്പ് കൂടിയാണ് ബാൾ പൈത്തോൺ. ഇത് റെയിൻബോ ലോറിക്കീറ്റ് ആണ്. ഇതും തത്തയുടെ ഫാമിലിയിൽപ്പെടുന്ന ഒരു പക്ഷിയാണ്. ലോറിക്കീറ്റുകൾ വലിയ കൂട്ടങ്ങളായിട്ടാണ് ജീവിക്കാറ്. പഴവർഗ്ഗങ്ങളാണ് പ്രധാന ഭക്ഷണം. അതുപോലെ തന്നെ മനുഷ്യരുടെ ഭാഷ അനുകരിക്കാനുള്ള കഴിവും ഈ പക്ഷിക്കുണ്ട്. ഇതാണ് ബട്ടൺ കൊയിൽ അല്ലെങ്കിൽ ബട്ടൺ കാട മലയാളത്തിൽ. വിത്തുകൾ, ധാന്യങ്ങൾ, ചെറു കീടങ്ങൾ ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഇത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ്. ഇവർക്ക് വിത്തുകൾ, പഴങ്ങൾ, പച്ചക്കറികൾ തിന്നാൻ ആണ് ഇഷ്ടം. ഇവർക്ക് വളരെ സ്ട്രോങ് ആയ കൊക്കുകളാണുള്ളത്. കടുപ്പമുള്ള വിത്തുകൾ പോലും പൊട്ടിക്കാൻ ഇവർക്ക് പറ്റും. ഇതാണ് ഡയമണ്ട് ഡോവ്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഒരു പ്രാവാണ്. ഇതിന് വിത്തുകളാണ് പ്രധാന ഭക്ഷണം. ഇതാണ് മീർ കാറ്റ്സ്. കീരിയുടെ വർഗത്തിൽപ്പെട്ട ഒരു ചെറിയ മൃഗമാണ് മീർ കാറ്റ്സ്. മരുഭൂമികളിലും വനാന്തരങ്ങളിലും മീർക്കാറ്റിനെ കാണാൻ പറ്റും. ഇരുകാലുകളിൽ നിവർന്നു നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ്. ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം മുട്ടയാണ്. ചെറുജീവികൾ, പാമ്പുകൾ തുടങ്ങിയവയും ഇവ ഭക്ഷിക്കും. ഇത് ഹാംസ്റ്റർ. എലിവർഗത്തിൽപ്പെട്ട ഒരു ജന്തുവാണ്. ഇവർക്ക് വിത്തുകൾ, ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങളൊക്കെയാണ് പ്രധാന ഭക്ഷണം. നിങ്ങൾ ഇട്ട് കൊടുക്കാം.
ഒന്നും അറിയുന്നില്ലല്ലേ. ഇതാണ് അരാപ്പൈമ. ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ശുദ്ധജല മത്സ്യമാണ് അരാപ്പൈമ. അന്തരീക്ഷ വായുവിലെ ഓക്സിജനാണ് ഇവ ശ്വസിക്കുക. 20 മിനിറ്റോളം വെള്ളത്തിനടിയിൽ ശ്വാസമെടുക്കാതെ നിൽക്കാനും അരാപ്പൈമകൾക്ക് കഴിയും. ഇതാണ് ടാർപോൺ അഥവാ പാലാൻ അല്ലെങ്കിൽ പാലാൻ കണ്ണി. കേരളത്തിൽ വ്യാപകമായി ഭക്ഷിക്കുന്ന ഒരു മത്സ്യമാണ് പാലാൻ. ജലോപരിതലത്തിൽ നിന്ന് 50 മീറ്റർ താഴ്ചയിൽ വരെ കണ്ടുവരുന്ന ഒരു മത്സ്യമാണ്. തെക്കു പടിഞ്ഞാറൻ കാലാവർഷം ആരംഭിക്കുന്നതോടെയാണ് ഇവയെ കണ്ടു തുടങ്ങുന്നത്. ഇതാണ് പ്ലാറ്റിനം ഗാർഫിഷ്. ഗാറുകൾ പലപ്പോഴും ആദിമ മത്സ്യങ്ങൾ അല്ലെങ്കിൽ ജീവനുള്ള ഫോസിലുകൾ എന്ന് വിളിക്കപ്പെടുന്നു. ഗാറുകൾ വളരെ പതുങ്ങിയിരുന്ന് മറ്റു മത്സ്യങ്ങളെ ആക്രമിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. ഇതാണ് സിൽവർ അരോണ. സൗത്ത് അമേരിക്കയിൽ ഏറ്റവും പ്രശസ്തമായ അലങ്കാര മത്സ്യങ്ങളിൽ ഒന്നാണ് അരോണ. ചെറിയ മത്സ്യങ്ങൾ, പുഴുക്കൾ, കീടങ്ങൾ, ചെറിയ പാമ്പുകളൊക്കെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഇവരെ വാട്ടർ മങ്കി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതിനു കാരണം അവർക്ക് വെള്ളത്തിൽ നിന്ന് ചാടി ഇരയെ പിടിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ്. ഇതാണ് സൺ കാറ്റ്ഫിഷ് അഥവാ മഞ്ഞക്കൂരി. കേരളത്തിലെ കായൽ പ്രദേശങ്ങളിലും നദികളിലും കണ്ടുവരുന്ന ഒരു മത്സ്യമാണ് മഞ്ഞക്കൂരി. ജലമലിനീകരണം മൂലം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യമാണ് മഞ്ഞക്കൂരി. ഇതാണ് ആഫ്രിക്കൻ സിക്ലേറ്റ്. 1500-ലധികം വ്യത്യസ്ത ഇനങ്ങളായി ഉള്ളവരാണ് സിക്ലേറ്റ്സ്. ഓരോന്നിനും വ്യത്യസ്തമായ പെരുമാറ്റവും നിറങ്ങളുമുണ്ട്. ആഫ്രിക്കൻ സിക്ലേറ്റ്സ് അവരുടെ കുട്ടികളെ വായിൽ വയ്ക്കുകയും അവയെ പ്രാണികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഫിഷ് സ്പാ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മനോഹരമായ ഗ്ലാസ് അക്വേറിയത്തിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും പറ്റും. ഇത് കോയ് കാർപ്പാണ്. കോയ് കാർപ്പുകൾ ഗ്രീൻ, ഓറഞ്ച്, റെഡ്, വൈറ്റ് എന്നിവയുള്ള പല നിറങ്ങളിലും ഇവിടെ കാണാൻ പറ്റും. ഇതൊരു ആർട്ടിഫിഷ്യൽ റെയിൻ ഫോറസ്റ്റ് ആണ്. അതിമനോഹരമായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതാണ് ഷാർക്ക് അഥവാ സ്രാവുകൾ.
കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഷാർക്കുകൾ ഈ ലോകത്തുണ്ട്. ഇവർ മത്സ്യങ്ങളെയാണ് പ്രധാനമായി കഴിക്കുക. ഇവർക്ക് 800 മീറ്റർ അകലെയുള്ള ശബ്ദങ്ങൾ പോലും കേൾക്കാൻ കഴിവുള്ളവരാണ്. ഷാർക്കിൻ്റെ വേറൊരു പ്രത്യേകത, അവർക്ക് ചിതമ്പലുകൾ ഇല്ല. അറിയപ്പെടുന്ന 375 തരം സ്രാവുകളിൽ 30 തരം സ്രാവുകളെ മനുഷ്യരെ ആക്രമിച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇതാണ് അൽബിനോ ടിൻ ഫോയിൽ ബാർബ്. ഇവയുടെ പ്രധാന ഭക്ഷണം ചെറിയ പ്രാണികളാണ്. കൂട്ടത്തോടെ സഞ്ചരിക്കാനും ഭക്ഷണം കണ്ടെത്തുന്നവരുമാണ് അൽബിനോ ടിൻ ഫോയിൽ ബാർബ്. ഇത് ഷോർട്ട് നോസ്ഡ് ട്രൈപോഡ് ഫിഷുകൾ സമുദ്രത്തിൻ്റെ ആഴക്കടൽ മേഖലകളിലാണ് ജീവിക്കുന്നത്. വെളിച്ചം കുറവും തണുപ്പ് കൂടുതലും ഉള്ള സ്ഥലങ്ങളിലാണ് ഇവർ ജീവിക്കുക. ഇതാണ് സ്ട്രിംഗ് റേ അഥവാ തീരണ്ടി. ചാട്ടവാർ പോലുള്ള വാലിൻ്റെ ആരംഭത്തിൽ 1-2 മുള്ളുണ്ടാവും. 10 to 12 സെൻറ്റിമീറ്ററുള്ള ഈ മുള്ളിലൂടെ വിഷം വമിപ്പിക്കാൻ ഇതിന് കഴിയും. അനിമൽ പ്ലാനറ്റ് എന്ന TV ചാനലിലെ പ്രശസ്തമായ സ്റ്റീവ് എർവിൻ്റെ മരണത്തിന് കാരണം തീരണ്ടിയുടെ കുത്തേറ്റിട്ടാണ്. ഇതാണ് പിരാന. അക്രമകാരിയായ മത്സ്യമാണ് പിരാന. ഇവയ്ക്ക് മനുഷ്യനെ അടക്കം മിക്ക ജീവജാലങ്ങളെയും നിമിഷ നേരത്തിനുള്ളിൽ ഭക്ഷിക്കാൻ സാധിക്കും. രക്തത്തെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഇവ വേനൽക്കാലത്താണ് കൂടുതലും ആക്രമിക്കാറുള്ളത്. ഇവിടെ നമ്മൾ ഒരു മനോഹരമായ ഗ്ലാസ് ടണലിലൂടെ നടക്കുകയാണ്. ഈ ടണൽ നമ്മെ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുവരുന്നുവെന്ന് തോന്നിക്കുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റും 360 ഡിഗ്രി കാഴ്ചയുള്ള വലിയ ടാങ്കുകൾ, നിറഞ്ഞ മത്സ്യങ്ങൾ, മറ്റു ജലജീവികൾ എന്നിവ കാണാം. അങ്ങനെ നമ്മൾ അവസാന സെക്ഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഫിഷ് ഫീഡിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നതുവരെ അൺടിൽ നെക്സ്റ്റ് ടൈം, താങ്ക് യു ഫോർ വാച്ചിങ്.